അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ലിതി കൊച്ചും അതുപോലെ ആദ്യം കൂടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി, നാളെ ഓണമാണ്. ഓണം ആയതുകൊണ്ട് കുറച്ച് സാധനമൊക്കെ മേടിക്കണം കേട്ടോ. എന്താ ഡ്രസ്സും അതും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എവിടെയാണ് പോകുന്നതെന്ന്. എന്തോ നാളെയാണ് പൊളി, നാളെ അടിച്ചു പൊളിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. 3 മണിയൊക്കെ ആയിട്ടുണ്ട്, നല്ല തിരക്കുണ്ടാവും. നല്ല കുഴപ്പമില്ല, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടേ. ആ പാടാ ലിതിയമ്മയുണ്ട്. അതെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ലിതിയമ്മയുടെ കൂടെ, ലിതിയമ്മയുടെ കൂടെ കേട്ടോ. ലിതിയമ്മയ്ക്ക് ചെറിയ വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയല്ല, വലിയ വിശേഷം. അതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ എല്ലാ വീഡിയോയിലും സസ്പെൻസ് ഇട്ടാ സംസാരിക്കുന്നത്, ബോറാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും അത് എന്തായാലും ഇനി പറയണ്ട. എന്തെന്നാ ചുമ്മാ ഞാൻ എല്ലാ വീഡിയോയിലും സസ്പെൻസ് ഇട്ടാ പറയുന്നത്, അത് എവിടെ പോകുന്നേ അന്നാലല്ലേ വീഡിയോ കാണുവോളൂ. അതെ, അതല്ലേ ഒരു രസം. അത് തന്നെ. അപ്പം എന്തായാലും വേഗം പോട്ടെ കേട്ടോ, നടക്കട്ടെ. നമ്മൾ നടന്ന് റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബസ്സിൽ കയറി പോണേ. അപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിട്ട് ഞാൻ വെച്ചതേ ഗുളിക മേടിക്കാൻ പോകട്ടെ. ഞാനും ആദ്യം കൂടെ അങ്ങോട്ട് പോവാം. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പോവാണേ. അല്ലേതീ യെസ്, ഇവിടെ കടയിൽ വന്ന് നിൽക്കോട്ടോ. അപ്പോൾ അതിക്ക് ലേസും ചോക്കിയും മേടിച്ചേട്ടാ. അത് പണ്ടത്തെ മിഠായാ ചോക്കി. അപ്പോൾ അപ്പുറേക്ക് പോവാ വന്ന് നിൽക്കാം. അപ്പോൾ ലിതിയമ്മ ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പോൾ ലിതിയമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, ശ്രീ കുമാരവിലാസൻ ക്ഷേത്രം. ഓട്ടോ വിളിച്ച് പോവാണേ. അപ്പോൾ ലിതിമോള് ഇവിടെ, ആദ്യം ഇവിടെ. ആ ഒരു പായസം ഒരു സുഖമില്ലായിരുന്നു. മഴ ഈ കുട എടുത്തില്ലല്ലോ, കുട എടുത്തോ? ഓട്ടോ വിളിച്ച് പോവാം. നമ്മളിപ്പോൾ നേരെ പോകുന്ന എറണാകുളത്താണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ വേറൊരു കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ മുതലാവത്തില്ല എല്ലാവർക്കും കൂടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ എറണാകുളത്ത് പോയി വിലക്കുറവ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മൾ ഓടിയെത്തൂല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാം, സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, നല്ല മഴ പെയ്യാൻ ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു കുടയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇടക്കൊച്ചി ചെന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയേ ഉള്ള ബിൽഡിംഗ് ഒന്നുമില്ല കേട്ടോ. 18 നിലയുള്ള ഫ്ലാറ്റ് പണിയുന്നത്. ഫ്ലാറ്റ് പൊന്നെ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങളുടെ നാട്ടിലേ ഉള്ളൂ അല്ലേ? പിന്നെ എന്തുവാ അവിടെ ഉണ്ടോ? മഴ ആദ്യം കൂടെ ഒരു കട തന്നെ വന്നിരിക്കും കേട്ടോ. ഇതേ മതി ഇവിടെ നിൽപ്പുണ്ട്. അയ്യോ മഴ. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി. മഴയാണ് കേട്ടോ, ഭയങ്കര മഴ. ഒടുക്കത്തെ മഴ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കയറുന്നടാ. സാധി നോക്കടാ. എന്ത് മാനിയോ? ആദ്യം ഡ്രസ്സ് എടുക്കുമല്ലേ? അപ്പോൾ വെയിൽ കയറി. അതിൽ കറക്റ്റിലായിരിക്കും. ഇതിൽ പോ. ആ നോക്കിക്ക്, കാണിച്ചു തിരിച്ചു കാണിച്ചു. എത്ര? അടിപൊളി. നല്ലത് വേറെ ഉണ്ടോ നോക്കിയാൽ ഇതോ? ആ വേറെ നോക്കിയാൽ അതിലേക്ക്
ടോപ്പുകൾ 150 രൂപ. തികച്ചും പാൻറ്റുകൾ ടോപ്പുകൾ 150 രൂപ. വേണം നോക്കി വേറെ എന്തെങ്കിലും മോഡൽ അത് നോക്കി അത് നല്ല ആ വേണ്ട അതൊരു സൈഡ് അത് വേണ്ട. ഹൈറ്റ് നോക്കി അത് നല്ല ഭംഗിയുണ്ടല്ലോ. വേണോ വേണ്ടടാ കാണിച്ചേ തിരിച്ചേ ഫ്രണ്ട് കാണിച്ചേ വേണ്ട. അത് വലിയ സുഖമില്ല. പോവല്ലേ ആ നല്ലതാ. അത് കൊള്ളാലോ ഒരു നല്ല ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്. തിരിച്ചേ അത് നല്ല ഭംഗിയുണ്ട് അല്ലേ. കൊള്ളാം എനിക്ക് വേണ്ട. അതെന്തുവാ പാൻറ്റോ? ആ വേണ്ട. ആ അടിപൊളി കേട്ടോ. വേണോ വേറെ കളറുണ്ടോ? ജീൻസ് അല്ല ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇടാവോ? അത് നല്ല ഭംഗിയുണ്ട് കുഞ്ഞെ. നിനക്ക് എരുപടി തിരിച്ചേ. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ഇല്ല വയറ് പാകുകയല്ല. പക്ഷെ നല്ലതായിരുന്നു. കേട്ടാ അത് രണ്ട് ഞാൻ മേടിച്ചത് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. ശരി അത് കൊള്ളാട്ടോ. എന്നാ റേറ്റ്? അവിടെ ഇച്ചിരി തിരക്ക് കുറഞ്ഞ കേട്ടോ. അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. കൊള്ളാം. 100 രൂപ 200 രൂപ 300 രൂപ. അത് ഇടിക്ക രാജക്കാടല്ലേ ഒരു കളർ തന്നെ. ജനിച്ചത് അടിമാലിയിലും. വെൽക്കം. എവിടെ നീ തരൂ? എന്ത് തരും? ഓക്കെ ഡിയർ. കൊള്ളാം. സാരിയടാ അമ്മയ്ക്ക് സെറ്റ് സാരി എടുക്കാല്ലേ? ചുമ്മാ സാരിയോ? ഇതെങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? അത് കൊള്ളാടി. ആ ഭംഗിയുണ്ട്. നല്ല ഭംഗി. കളയല്ലേ ഇത്രേന്? അത് കൊള്ളാം. കണ്ടുമുട്ടിയോ? കണ്ടുമുട്ടി കലാമ.
അടുത്തത് ആദിക്ക് എബനേസറിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സാരി എടുക്കും കേട്ടോ. ഏതാണ് ഇഷ്ടപ്പെടുന്നത്? നല്ല ഭംഗിയുണ്ട് സാരി, അടിപൊളി. ഇതിന്റെ വേറെ ഷെയ്ഡുണ്ട് ചേച്ചി. ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആദ്യം നമ്മൾ പോവല്ലേ? വീട്ടിൽ പോവല്ല, നമ്മൾ അടുത്ത് എടുക്കാൻ പോവാം. എനിക്കൊരു ചെരുപ്പ് മേടിക്കണം കേട്ടോ. അതാണൊക്കെ തിന്നുകൊണ്ട് പോവാണേ. എല്ലാം മാറിപ്പോയി. അതെ, അപ്പുറം ഇപ്പുറം ഒക്കെ മാറ്റി നൈറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. എടാ നീ അവളെ തൂങ്ങാതെ ഇങ്ങ് മാറി വാ, എൻ്റെ കയ്യിലേക്ക് വാ. ഇവിടെ വാ, പേഴ്സേ. കലാമ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏലിക്കുട്ടി ഇവിടുന്ന് കഴിച്ചിട്ട് വരാം. നൂഡിൽസ് ഒന്നുമില്ല എടാ. വീട്ടിൽ മേടിച്ചോണ്ട് പോവാൻ 12 രൂപയ്ക്ക് ഷേക്ക് അല്ല നൂഡിൽസ്. എനിക്ക് വേണേ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേ അല്ലേടാ? യെസ്. അയ്യോ ഒന്ന് മാറി നടക്കട്ടെ, അല്ലെ വണ്ടി ഒന്ന് ഇടിച്ചിട്ട് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. മരുന്ന് മേടിക്കാൻ പറ്റുമോ? ആദ്യം കൂടെ ഇറങ്ങിയില്ല, ഭയങ്കര വണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും നിങ്ങളോട് വിശദമായിട്ട് എന്താ മേടിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ട ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നത് 2 മണിക്കൂർ എടുത്താണ്. അരൂര് പാലത്തിൽ തന്നെ 3/4 മണിക്കൂർ ബസ് നിർത്തിയിട്ടു. KSRTC ബസ്സിലാണ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇന്നലെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ആൻറ്റിക്കും കൊച്ചിനും എബനേസറിനും ഏലിക്കുട്ടിയമ്മയ്ക്കും അവർക്കൊക്കെ ആൻറ്റിക്കൊക്കെ ബാഗൊക്കെ വാങ്ങി. അതുപോലെ ഇവിടുത്തെ അമ്മയ്ക്കും ചേട്ടായും കൊച്ചിനും എല്ലാവർക്കും മേടിച്ചു. ഞാൻ പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെറീന ആൻറ്റി നമുക്ക് ഡ്രസ്സൊക്കെ അയച്ചു തന്നോണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചു, അതെനിക്ക് അത്ര സെറ്റായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആൻറ്റിക്ക് കൊടുത്തു. എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ടേ ഇഷ്ടമായില്ലെന്നല്ല, ഞാനത് കൂട്ടി എനിക്ക് അതും ഇട്ടിട്ടും കാലിന് ഭയങ്കര വേദന. ഞാൻ ഇപ്പോൾ ഇടുന്ന ചെരുപ്പ് ഇട്ടിട്ടും എനിക്ക് ഭയങ്കര വേദന. അതുകൊണ്ട് ഞാൻ അത് ആൻറ്റിക്ക് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ എൻഡ് ചെയ്യുന്നത്. പിന്നെ നാളെ ഓണമാണ്. ഓണത്തിന് നമുക്കിന്ന് വൈകുന്നേരം പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഏലിക്കുട്ടിയമ്മയൊക്കെ ഇന്ന് വൈകുന്നേരം വരും. പിന്നെ സാധനങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ലിജിമോളുടെ അടുത്ത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകണം. അവിടെ അവർക്ക് ഓണമൊന്നുമില്ലല്ലോ. അപ്പോൾ ലിതിമോക്ക് ഇവിടെ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ നിന്നത്. ലിതിമോക്ക് ഒട്ടും ജോലി ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ട്രാവൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഡോക്ടർ കാണാനായിട്ട് നമുക്ക് വൈകുന്നേരം പോകണം. ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. കാരണം ഞാനിതിടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാവും. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. ആശുപത്രി കേസ് ആൻറ്റിയുടെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഇവിടെ വീട്ടിലാണെങ്കിലും അധികം ലിതിമോളെ കൊണ്ടൊന്നും ജോലി ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. അതാണ് മെയിനായിട്ടും വീഡിയോകൾ ഇടാനായിട്ട് ലേറ്റ് ആയത്. എങ്കിൽ പോലും നിങ്ങളത് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ
ഈ ഓണത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ ഓണമാണ്, എന്താവുമെന്നറിയില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ദിവസം വൈകിയാലും നിങ്ങളതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ പറയാൻ വന്നത്, നമ്മൾ പോയത് എറണാകുളം മേനകയിലാണ്. അവിടെ എല്ലാ ഡ്രസ്സുകൾക്കും എല്ലാ സാധനങ്ങൾക്കും ഈ ടൈമിൽ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. പിന്നെ ഓൾഡ് സ്റ്റോക്കൊക്കെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇങ്ങനെ അവർ വിറ്റ് പോകുന്നതെങ്കിൽ പോലും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്നൊരു ആവശ്യം നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അതുപോലെ കാശൊക്കെ കൊടുത്തിട്ട് വേണം എടുക്കാൻ. അതുപോലെ നല്ല കടകളിൽ പോകണം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ എല്ലാവർക്കും എടുക്കാൻ നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയലും നല്ല തുണിയൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും ഒക്കെ കാണിച്ചു തരാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബായ്. ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബായ്.